എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. എന്റെ സിനിമ ഡയറക്ട് ചെയ്തത് മേജർ രവിയാണ്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ആ സിനിമ ഈ പറയുന്ന മേജർ രവി കള്ള ഒപ്പിട്ട് പുള്ളിയുടെ കമ്പനിയുടെ പേരിലേക്ക് ആ സിനിമ ട്രാൻസ്ഫർ ചെയ്തു. സത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. എടാ കള്ള, എനിക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ട് ചോദിക്കണേ. അല്ല അല്ല അല്ല, നിന്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ ആരും അറിയാത്ത ഒരു ഭയങ്കര സത്യം ഞാൻ പുറത്തുവിടുകയാണ്. എന്റെ പ്രൊഡ്യൂസറായിരുന്നു പ്രാവശ്യം. പകുതി സിനിമ കഴിഞ്ഞ സമയത്ത് ഞാൻ ഇയാളെ പിടിച്ച് പുറത്താക്കിയതാണ്. മാതിരി അഭ്യാസം കൊണ്ട് ഈ ഏരിയ വന്നിട്ടുണ്ടല്ലോ, അടിച്ച് പിരുത്തുകളെ ഞാൻ. പടം തുടങ്ങുമ്പോൾ ഇങ്ങനെ ലാപ്ടോപ്പും കയറ്റിയിരുന്ന് ഫേസ്ബുക്കിൽ അനൗൺസ് ചെയ്യും, കാസ്റ്റിംഗ് കോൾ ഫ്രം ഫോർ 20 to 25 years, 32 years. ഒന്നേ പറയുള്ളൂ, ഇയാൾ പടം അനൗൺസ് ചെയ്യുന്ന പെമ്പിളാർ ശ്രദ്ധിച്ചോളണം. അങ്ങനെയുള്ള ഒരു ചീത്ത സ്വഭാവം എനിക്കില്ല. ഞാൻ നല്ല പയ്യനാ. അയ്യടി, ഒരു പാവം. അത് കിടന്ന് ഉറങ്ങുമ്പോഴായിരിക്കും. കാസ്റ്റിംഗ് കോൾ എന്നും പറഞ്ഞ് കുറെ കോളുകൾ വരും. ഇതിനു വേണ്ടി മാത്രം പടം ചെയ്യുന്ന ആളാണ്. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോളമാകത്തോട് പറഞ്ഞേക്കും. ആയുസ് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ? എന്തൊരു ഒലിപ്പ്. പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ബോറൻ, ആഭാസൻ, ബ്ലഡി ഫൂൾ. അപ്പൊ അതൊരു ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ ഈ സ്വബുദ്ധി ഉള്ള സമയത്ത് നമുക്ക് അങ്ങനെ നിൽക്കും. ഇപ്പം ഇന്നലെ എന്തൊക്കെയായിരുന്നു പറയുന്നത് കേട്ടു എന്നൊക്കെ എൻ്റെ അടുത്ത് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിതൊന്നും കേൾക്കാൻ പോകുന്നുള്ളൂ. ഇവരില്ലാത്തൊരു പലതും പറയും. നമ്മൾ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവി കൂടെ കളയും. ഞാൻ അയാളുടെ പടം കള്ളൊപ്പിട്ടിട്ട് പടം എടുത്തു എന്ന് അങ്ങനെ ഒന്നാമത്തത് ഈ അടിച്ചു കഴിഞ്ഞാൽ, ഈ ചീപ്പ് സാധനം അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിളി പോകും. നമ്മളറിയുന്നില്ല കാസ്റ്റിംഗ് കോൾ നടക്കുന്നതെന്നില്ല. ടിക്കറ്റ് ഫോട്ടോയിട്ട് അങ്ങനെ നടന്നു. അത് അറിഞ്ഞപ്പം ഞാൻ തിരിച്ചു വിടുന്ന രാജുവിൻ്റെ അടുത്ത് പറഞ്ഞു, ഇയാൾക്ക് വേണ്ടി ഞാൻ പടം ചെയ്യില്ല കേട്ടോ, എത്ര പൈസ ബാക്കി കൊടുക്കാന്ന് പറഞ്ഞു. അമ്മാവാ, അപ്പൊ എല്ലാം പറഞ്ഞു പോലെ കുഴപ്പമില്ല, ഇടക്കിടക്ക് എന്നെ ഇതേപോലെ പീഡിപ്പിച്ചാൽ മതി, ഞാൻ ഡീസന്റ് ആയിക്കൊള്ളാം. നിനക്ക് കുഴപ്പമില്ലല്ലോ. കുഴപ്പമൊക്കെ